ഹായ് ഫ്രണ്ട്സ്, നീരാഞ്ജനം ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രുക്കുവിൻ്റെ ആദ്യത്തെ അംഗനവാടി ദിവസം കേട്ടോ. അതിൻ്റേതായ മടിയോ കരച്ചിലോ ഒന്നും രുക്കുനുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ അവൾ എണ്ണീറ്റ് വന്നു കേട്ടോ. അംഗനവാടിയിൽ പോവാം, ടീച്ചറെ കാണാം, കൂട്ടുകാരെ കാണാം എന്നൊക്കെ പറഞ്ഞാണ് അവൾ ചാടി എണ്ണീറ്റത്. റൂമിൽ നിന്ന് എണീറ്റ് നേരെ താഴെ വന്നിട്ട് അവളെ പല്ലൊക്കെ തേപ്പിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിച്ച് മിടിക്കാക്കി ഞാൻ ഇറക്കി. തലേന്ന് തന്നെ ഞാനൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക്. പുതിയ കൂട്ടുകാരെ കിട്ടും, ടീച്ചർമാരെ കിട്ടും, നല്ല ഫുഡ് കിട്ടും, കളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും താഴെയൊക്കെ എത്തി മോസിക്ക് ഗുഡ് മോർണിംഗും ഒക്കെ കൊടുത്തിട്ടാണ് ആളുടെ ആ ഒരു ദിവസം പിന്നെ തുടങ്ങുന്നത്. മോസിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കുഞ്ഞമ്മീൻ്റെ പേരാണ് മോസി. തലയിൽ എണ്ണയൊക്കെ തൂപ്പിച്ച് ഞാൻ നേരെ ബാത്റൂമിലേക്ക് കയറ്റി പല്ലൊക്കെ തേപ്പിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി കുളിപ്പിച്ച് മിടിക്കായിട്ട് അവളെ വെളിയിലേക്ക് ഇറക്കി. ആൾ ഓരോ വിശേഷങ്ങൾ എന്നോട് ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ വഴിയിൽ കൂട്ടുകാരുണ്ടാവുമോ അമ്മേ, ബാഗ് എടുക്കുമോ, കുട എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു ഓരോ വിശേഷമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ ഞങ്ങളിങ്ങനെ ബാത്റൂമിൽ സമയം കളഞ്ഞ് നേരെ വെളിയിൽ ഇറങ്ങി. പിന്നെ നേരെ ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി വെച്ചു. തലമുടി ഉണങ്ങാത്ത കാരണം പിന്നെ മുടി കെട്ടാമെന്ന് വിചാരിച്ച് മുടി അങ്ങ് നേരെ ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ പോയി. അവൾക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ദോശയും ചമ്മന്തി ആൾ തന്നെ അങ്ങ് ദോശ മുക്കി കഴിച്ചോളും. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ബാക്കി റെഡിയാവണ്ടേ. പൊട്ടൊക്കെ തൊട്ട് ഇനി മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ ഞാൻ കൊണ്ടു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ അമ്മയെന്ന് വിളിച്ച് കരയുന്ന കുഞ്ഞല്ലേ. അപ്പോൾ പെട്ടെന്ന് മാറി 3-4 മണിക്കൂറൊക്കെ ഉച്ചവരെ അല്ലെ 3:30 വരെയൊക്കെ ഇരിക്കേണ്ടി വരുമ്പം കുഞ്ഞെങ്ങനെ ആവും, അവൾ ഓക്കെ ആവുമോ, കരയുമോ, ഫുഡൊക്കെ കഴിക്കുമോ, ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ടീച്ചർമാരോട് പറയുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ. അത് തന്നെയല്ല, അവളിങ്ങനെ എന്നെ വിട്ട് മാറി നിൽക്കുന്നതിൻ്റെ ഒരു വിഷമവും എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ അങ്ങനെ വിട്ട് മാറി അവളെ എങ്ങും പോയിട്ടുമില്ല. അമ്മമാരെയൊക്കെ ഏൽപ്പിച്ച് കൂടിപ്പോൾ 1 മണിക്കൂറൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതല്ലാണ്ട് അവളെ വിട്ട് ഞാൻ എങ്ങും ഏൽപ്പിച്ചിട്ട് വേറെ എങ്ങും പോയിട്ടുമില്ല. കുഞ്ഞിനെ പിരിഞ്ഞിരുന്നിട്ടുമില്ല. അപ്പോൾ എന്താകും, ഉച്ചവരെയൊക്കെ അവളെ വിട്ടല്ലേ 3:30 വരെയൊക്കെ ഇരിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഇട്ട് മാറുന്നതിൻ്റെ ഒരു സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാനത് പുറമെ പ്രകടിപ്പിക്കാതെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ടീച്ചർമാരൊക്കെ നല്ല നല്ല പെരുമാറ്റം കേട്ടോ. എല്ലാം അവരുടെ കൊച്ചുമക്കളെ പോലെ തന്നെ ആണ് അവരവിടെ കൈകാര്യം ചെയ്യുന്ന പിള്ളേരെ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മൂന്ന് പിള്ളേരുണ്ടായിരുന്നുള്ളൂ. എല്ലാ പിള്ളേരും വന്നിട്ടില്ല. ഇപ്പോൾ പനിയുടെ സീസൺ ആണല്ലോ, കുറേ പിള്ളേർക്ക് പനിയാണ്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ദിവസം വന്നാൽ പോലും കുഞ്ഞുങ്ങളെ വിടല്ലേ, ബാക്കിയുള്ള പിള്ളേർക്ക് ആവില്ലേ പനി. അപ്പോൾ നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടത്തിൽ കുഞ്ഞാണ് മണിക്കുട്ടിയാട്ടോ. നിങ്ങൾ കണ്ടില്ലേ കൊച്ചു കുഞ്ഞിനെ? അത് മണിക്കുട്ടിയാണ്. ആൾക്ക് 2 വയസ്സേ ഉള്ളൂ. ആളിങ്ങനെ അവിടെ ഇരുന്നോളും. പിന്നെ ഞാൻ രുക്കുനെ ഇങ്ങനെ മെരുക്കിയെടുക്കുകയാണ് കേട്ടോ. എങ്ങനെ ആവും ഓരോന്നൊക്കെ പറഞ്ഞും ടീച്ചറാണ് കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ. അപ്പോഴാണ് അവിടെ നിന്ന് പാല് കൊണ്ടുതന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ പതുക്കെ ഞാൻ അവൾക്ക് പാലൊക്കെ കൊടുത്തു. ഇങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ പുസ്തകം കൊണ്ടുവന്നു കേട്ടോ. അംഗനവാടിയിലെ പിള്ളേർക്ക് ഓരോ ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ അത്. അതൊക്കെ കുഞ്ഞിനിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പുസ്തകമൊക്കെ ഇങ്ങനെ കാണാനും പടം കാണാനും കളർ ചെയ്യാനും വരയ്ക്കാനൊക്കെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബുക്ക് കിട്ടിയപ്പോൾ ആളൊക്കെ പകുതി ആശ്വാസമായി. അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനകത്തുള്ള പടങ്ങളൊക്കെ ഞാൻ ഒന്ന് വിവരിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ടീച്ചറാണെങ്കിൽ കളിക്കാൻ ക്ലേ കൊണ്ടുവന്നു കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു രൂപമൊക്കെ വെച്ചിട്ട് ക്ലേ അതിനകത്ത് നിറച്ചിട്ട് രൂപം ഉണ്ടാക്കത്തില്ലേ, അത് കൊണ്ടുവന്നപ്പോൾ ആൾ ആക്റ്റീവായി കേട്ടോ. ആമക്കുഞ്ഞിൻ്റെ കളിപ്പാട്ടം കൊടുത്തിട്ട് അതിനകത്ത് ക്ലേ നിറച്ചിട്ട് ഒരു രൂപം ഉണ്ടാക്കാനായിട്ട് കൊടുത്തു കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവായപ്പോഴത്തേക്ക് ആമക്കുഞ്ഞെന്നാണ് ലുക്ക് വിളിക്കുന്നത്. ആമക്കുഞ്ഞിനെ ഉണ്ടാക്കിയപ്പം ആൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾക്കൊരു സമാധാനം ഇരുന്നോളുമായിരിക്കും. എന്നാലും ഒരു ടെൻഷൻ ഞങ്ങൾക്കുള്ളിലുണ്ട്. അങ്ങനെ എന്തായാലും അവളെ ആക്റ്റീവാക്കിയതിന് ശേഷം പതുക്കെ ഞങ്ങളെന്നാൽ അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ടീച്ചറും പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ രുക്കുവിൻ്റെ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി. ഞങ്ങൾക്ക് തിരിച്ച് ടാറ്റ തന്ന് അച്ചാമ്മ പൊക്കോ ടാറ്റ ഉമ്മയൊക്കെ തന്നിട്ട് ഞങ്ങളെ അവിടെ നിന്ന് വിട്ടു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു. കുഞ്ഞെങ്ങനെ അവരുമായിട്ട് സെറ്റാവും എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കരഞ്ഞു കഴിഞ്ഞാൽ ആൾ വലിയ പാടാണ് മെരുക്കിയെടുക്കാൻ. ടീച്ചർമാർ പെട്ടുപോകും. അതുകൊണ്ട്
അവരെന്താകുന്ന ടെൻഷനിൽ. എന്തായാലും ആ ടെൻഷനൊക്കെ ഞങ്ങൾക്ക് ടാറ്റ കിട്ടിയപ്പോഴത്തേക്ക് ഓക്കെ ആയി, കരഞ്ഞൊന്നുമില്ല. അപ്പോൾ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോൾ എനിക്ക് ആകെ ഒരു സങ്കടം. അവളെ വിട്ടിട്ട് ഇങ്ങനെ മാറി വീട്ടിലേക്ക് തിരിച്ച് വരാനൊരു വിഷമം, നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭാരം പോലെ. അതുവരെ ഞാൻ ചിരിച്ചും കളിച്ച് നിന്നെങ്കിലും അംഗനവാടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാനാകെ ഡൗണായിട്ടോ. എനിക്ക് നെഞ്ചിലെന്തോ ഒരു ഭാരം ഇരിക്കുന്ന പോലായിരുന്നു കുഞ്ഞിനെ വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക്. എനിച്ചേട്ടൻ എൻ്റെ കൂടെ വന്ന് കളിയാക്കുന്നുമുണ്ട്. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ രുക്കുനെ വിളിക്കാനായിട്ട് 1 മണിയാകുമ്പോൾ പോകണം. 1 മണി വരെ ഇരുത്തിയാൽ മതി ഈ ആഴ്ചയെന്നാണ് ടീച്ചർ പറഞ്ഞത്. അടുത്ത ആഴ്ച 3:30 നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണി വരെ ഇരുന്നിട്ട് ആളെ പോയി വിളിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചായിരുന്നു. നേരെ 1 മണിയായപ്പോൾ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോയിട്ടോ. അപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ടെൻഷനുണ്ട്, കരഞ്ഞിരിക്കുവാണോ എന്നറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് മഞ്ച് മേടിച്ചു കൊടുക്കാം, കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടെ മുട്ടായി മേടിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ കടയിലേക്ക് കയറി മഞ്ചൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അംഗനവാടിയിലെത്തി കേട്ടോ. ആൾ ഫുള്ള് ഓടിക്കളിച്ച് നടക്കുകയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വരുന്നില്ലെന്ന്. എന്തായാലും കൊള്ളാം. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച്, എന്തിനാണാവോ ഞാൻ ടെൻഷൻ അടിച്ചത് എനിക്കറിയില്ല. അവിടെ പിന്നെ എന്തായാലും ഒരു നാക്കിലൊക്കെ കളിപ്പിച്ച് മുട്ടായി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് വരാനൊരു മടി കണ്ടില്ല കേട്ടോ. പിള്ളേർക്ക് ഓരോ കൂട്ടുകാർക്ക് ഓരോ മുട്ടായി വീതം അവൾ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ടാറ്റയൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പോയത് കേട്ടോ. എന്തായാലും ടീച്ചർമാർക്കും സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷം. ആൾ വഴക്കൊന്നുമില്ലല്ലോ. ഓരോ പിള്ളേർ കരഞ്ഞുകൊണ്ടൊക്കെയാണ് കേട്ടോ വരുന്നതും പോകുന്നതും ഒക്കെ. എന്തായാലും രുക്കുവിന് പോകുന്നതിലാണൊരു വിഷമമുണ്ടായിരുന്നത്. എന്തായാലും ടാറ്റയൊക്കെ കൊടുത്ത് ഓക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയത്. എന്തായാലും എൻ്റെ പകുതി ആശ്വാസമായി. ഇനി അങ്ങോട്ടൊരു മടിയില്ലാണ്ട് കുഞ്ഞ് പൊക്കോളുമല്ലോ. ഞങ്ങൾക്കത് മതിയായിരുന്നു. കുഞ്ഞും ഒക്കെ ആയിരിക്കണം, കരയരുതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഇത്തിരി നിർബന്ധമുള്ള കാര്യമായിരുന്നു. എന്തായാലും കുടയൊക്കെ കൊണ്ട് അവൾ പതുക്കെ ഇറങ്ങി. ഭയങ്കര ഇഷ്ടമാണ് കുട ചൂടി ഇങ്ങനെയൊക്കെ പോകാനായിട്ട്. അവിടെയുള്ള എല്ലാവരും അവൾ കൈക്കലാക്കിയിട്ടുണ്ട്. ഓരോ വിശേഷങ്ങളും ടാറ്റയെ കൊടുത്താണ് വഴിനീളെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം.